ഇനി നോക്കാം കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനവും റാബി വിളകളുടെ അടിസ്ഥാന താങ്ങുവിലയും ഉയർത്തുന്നതിനായി 11,000 കോടി രൂപ അനുവദിച്ച് കേന്ദ്രം. 6 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായാണ് ധനസഹായം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് 11,000 കോടി രൂപയുടെ 6 വർഷത്തെ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ കർഷകരെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സംരംഭമായി റാബി സീസണിലെ അടിസ്ഥാന താങ്ങുവിലയ്ക്കായി 84.2 കോടി രൂപയും മന്ത്രിസഭ അംഗീകരിച്ചു. സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കൽ പരിപാടികൾക്കൊപ്പം 88 ലക്ഷം വിത്ത് കിറ്റുകൾ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യും. 2030-31 ആകുമ്പോഴേക്കും പയർവർഗ്ഗങ്ങളുടെ വിസ്തൃതി 310 ലക്ഷം ഹെക്ടറായി വികസിപ്പിക്കുക, ഉൽപ്പാദനം 350 ലക്ഷം ടണ്ണായി ഉയർത്തുക, വിളവ് ഹെക്ടറിന് 1130 കിലോഗ്രാമായി വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഇത് സ്വാശ്രയത്വം, ഉയർന്ന കർഷക വരുമാനം, സുസ്ഥിര കൃഷിരീതികൾ എന്നിവ ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള തീരത്ത് ചെറിയ മത്തി പെരുകുന്നു. മൺസൂൺ മഴയിലെ മാറ്റമാണ് കാരണം. വിൽപ്പനയ്ക്കെത്തുന്നത് ടൺ കണക്കിന് ചെറുമത്തി. കേരള തീരത്ത് അപ്രതീക്ഷിതമായി ചെറിയ മത്തി പെരുകിയതിന് പിന്നിൽ മൺസൂൺ മഴയിലെ മാറ്റങ്ങളാണെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട്. കൊച്ചി, വിഴിഞ്ഞം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ സമുദ്ര ജൈവശാസ്ത്ര ഘടകങ്ങൾ വിശകലനം ചെയ്തായിരുന്നു പഠനം. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ മത്സ്യലഭ്യതയിൽ വലിയ ഏറ്റക്കുറച്ചിലിനു കാരണമാകുന്നതായി പഠനം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഈ പ്രതിഭാസം തുടരുകയാണ്. ടൺ കണക്കിന് ചെറുമത്തിയാണ് വിൽപ്പനയ്ക്കായി എത്തുന്നത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം 10 സെന്റിമീറ്ററിൽ താഴെ നീളമുള്ള മത്തി പിടിക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. കിലോയ്ക്ക് 10-20 രൂപ നിരക്കിലാണ് ചെറുമത്തി കച്ചവടക്കാർ വാങ്ങുന്നത്. കൂടാതെ വളത്തിനും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കുമായി പൊടിക്കാൻ കമ്പനിക്കാരും ചെറുമത്തി എടുക്കുന്നുണ്ട്. മത്തിക്കുഞ്ഞുങ്ങളുടെ എണ്ണം പെരുകിയതോടെ ഭക്ഷ്യലഭ്യത ക്രമേണ കുറഞ്ഞത് അവയുടെ വളർച്ച മുരടിക്കാനും തൂക്കം കുറയാനും കാരണമായി. തുടർന്ന് വിപണിയിൽ മത്തിയുടെ വില കുത്തനെ ഇടിഞ്ഞു. മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് നിർത്തിവെക്കേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് ശല്യം രൂക്ഷമാകുന്നു. നടപടി സ്വീകരിച്ച് കൃഷിഭവൻ. ഇടുക്കി ജില്ലയിലെ കുമളി മേഖലയിലെ ഏലത്തോട്ടങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ച് ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഏലം കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം സമീപപ്രദേശങ്ങളിലെ വീടുകളിലെ പച്ചക്കറികളും ചെടികളും മറ്റ് കൃഷിസ്ഥലങ്ങളിലേക്കുമെല്ലാം ഒച്ചുശല്യം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒച്ചുകളെ നശിപ്പിക്കാൻ ഉപ്പ് പ്രയോഗം നടത്തുന്നുണ്ട്. ഒപ്പം കോപ്പർ സൾഫേറ്റ് സ്പ്രേ ചെയ്യുന്നതും കാര്യമായി നടക്കുന്നുണ്ട്. മറ്റു പ്രദേശങ്ങളിലേക്ക് ഒച്ചിന്റെ വ്യാപനം തടയാൻ ഇത് സഹായിക്കും. കൃഷിക്ക് മാത്രമല്ല ആഫ്രിക്കൻ ഒച്ച് വില്ലനാകുന്നത്. ആരോഗ്യകാര്യങ്ങളിലും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഇത്. മനുഷ്യരിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നെന്നും വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർണാടകയിൽ 9.6 ലക്ഷം ഹെക്ടറിന്റെ കൃഷിനാശം. അമിത മഴയും വെള്ളപ്പൊക്കവുമാണ് സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയത്. അമിതമഴയും വെള്ളപ്പൊക്കവും കാരണം വ്യാപക കൃഷിനാശമാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രാഥമിക സർവേ പ്രകാരം 9,60,578 ഹെക്ടറിലെ വിളകൾ നശിച്ചതായി പറഞ്ഞു. ഇതിൽ ഏകദേശം 8,88,953 ഹെക്ടറിലെ കൃഷിനാശവും 71,626 ഹെക്ടറിലെ തോട്ടകൃഷിയും നശിച്ചു. അധിക മഴയും വെള്ളപ്പൊക്കവും മൂലം ഖാരിഫ് വിളകൾക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടായെങ്കിലും മൺസൂൺ വൈകിയതിനാൽ മേഖലയിലെ കർഷകർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് മറ്റൊരു പ്രതിസന്ധി. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കർഷകർക്ക് ഹെക്ടറിന് 25,500 രൂപയാണ് ദുരിതാശ്വാസമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വരൾച്ച ബാധിച്ച കൃഷിഭൂമിക്ക് ഹെക്ടറിന് 17,000 രൂപയും ലഭിക്കും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ വടക്കൻ കർണാടകയിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ.